പാർട്ടി പറയാൻ പോകുന്ന വേറൊരു കാര്യമില്ല, കമാൻഡ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കാലിനിക്സിന് എന്തൊക്കെ ബേസിക്കായിട്ട് ജസ്റ്റ് ടെർമിനൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രം നമ്മൾ ജസ്റ്റ് പറയണം. അപ്പം ഈ വീഡിയോ ഭയങ്കര ലെന്ത് ആവുകൊണ്ട് തന്നെ നമ്മൾ ചില കമാൻഡ്സ് ഇതൊക്കെ ഒഴിവാക്കണം. വെച്ചാൽ ബേസിക്കായിട്ട് അറിയാവുന്ന കമാൻഡ്സ് മാത്രം ഈ വീഡിയോ മാത്രം പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ കമാൻഡ്സ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനൽ ഓൾറെഡി ഞാൻ കമാൻഡ്സ് സെറ്റ് ചെയ്ത് അറിയാവുന്ന കമാൻഡ്സ് എല്ലാം അവിടെ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കമാൻഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കമാൻഡ്സ് എല്ലാം ജസ്റ്റ് അറിയണ്ട, ഇങ്ങനെ കാലിനിക്സ് എവിടെ നിൽക്കുന്നു ടെർമിനലൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ വീഡിയോ കുറേ ലാഗൊന്നും അടുപ്പിക്കുന്നത്, നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 കാലിനിക്സ് അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാലിനിക്സ് അഥവാ ടെർമിനൽ എവിടെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെർമിനൽ ഇവിടെ നേരെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ ടെർമിനൽ ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. ഇതാണ് ടെർമിനൽ പറയുന്നത്. അപ്പം നമ്മൾ കൂടുതലും ഡെസ്ക് ടോപ്പുകളെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന പോലെ അല്ല ഒരിക്കലും യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ചിലവർക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ ടെർമിനൽ യൂസ് ചെയ്യണം ഓരോ ഫയലും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ലോൺ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞു തരാം. അപ്പം ഓരോ ഫയൽ എടുക്കുകയും ഡിലീറ്റ് ചെയ്യാനൊക്കെ ചെയ്യുന്നതൊക്കെ ഇത് വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫയൽ ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ടെർമിനൽ ഹിയർ എന്ന് കൊടുത്തേപ്പോണെങ്കിൽ ഈ ഒരു കമാൻഡ് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഇഷ്ടം പെട്ടെന്ന് 1 ക്ലിക്കിൽ തന്നെ അവിടുന്ന് നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ 2 മെത്തേഡ് നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. അപ്പം നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പം എനിക്ക് ഫുൾ സ്ക്രീൻ കാണാൻ വേണ്ടി ഞാൻ ഫുൾ സ്ക്രീൻ ആക്കിയാണ്. ചിലപ്പോൾ ഷോർട്ട് സ്ക്രീനിലായിരിക്കും വരുന്നത്. അപ്പം ഫുൾ സ്ക്രീനിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പം ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ കമാൻഡ് നമ്മൾ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കമാൻഡാണ് PWD. ഈ PW എന്ന് വെച്ചാൽ ഞാൻ കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡിങ് പ്ലേസ് എന്ന് വെച്ചാൽ നമ്മൾ കാലിനെക്സിൽ ടെർമിനൽ യൂസ് ചെയ്യുമ്പം എവിടെ നിൽക്കുന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഈ ടെർമിനലിനകത്ത് എവിടെ നിൽക്കുന്നു എന്ന് കാണിക്കാൻ നമുക്ക് ഈ PWD കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം PWD കമാൻഡ് ടൈപ്പ് ചെയ്ത് നോക്കാം. എൻ്റർ. അപ്പോൾ നമ്മൾ PWD എൻ്റർ അടിച്ചപ്പം തന്നെ ആദ്യം വരുന്നുണ്ട് അല്ല ഹോം കാളി എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോം കാളി എന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ടെർമിനലിനകത്ത് ഹോമിൽ കാളിയിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ കാലിനിക്സിൻ്റെ ടെർമിനലിനകത്ത് തന്നെ ഫസ്റ്റ് ഇൻ്റർഫേസിലാണ് നിൽക്കുന്നതാണ് അർത്ഥം. വെച്ചാൽ കാലിനിക്സിൻ്റെ ഹോമിൽ കാലിനിക്സിൻ്റെ ആ ഒരു ബേസിക് ടെർമിനൽ സാധാരണ നിൽക്കുന്നിടത്താണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലിനക്സിൻ്റെ അടുത്ത കമാൻഡ് വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ടെർമിനലിൻ്റെ ഹോം കാളിയിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഹോം എന്ന് വെച്ചാൽ ഡെസ്ക് ടോപ്പിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പം നമ്മൾ ഹോം കാളിൽ നിന്ന് വേറെ എന്തെങ്കിലും ഫയൽ ആക്സസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫയലിലോട്ട് ജമ്പ് ചെയ്യണമെങ്കിലോ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് മെയിനായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഇപ്പം CD ടൈപ്പ് ചെയ്ത് നമുക്ക് ഏത് ഫയലിലോട്ടാണ് ജമ്പ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ജമ്പ് ആവാൻ പറ്റും. ഇപ്പോൾ തന്നെ ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഞാൻ ടെർമിനലിലെ ഹോം കാളിയിലാണ് നിൽക്കുന്നത്. അപ്പം ഹോം കാളിയിൽ നമുക്ക് CD ടൈപ്പ് ചെയ്യുന്നത് ഡെസ്ക് ടോപ്പിലോട്ട് പോകാം. നമുക്ക് ഡെസ്ക് ടോപ്പിലോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ഇൻ്റർഫേസാണ് ഡെസ്ക് ടോപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ കാലിനിക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ കുറച്ച് ഞാൻ ഓൾറെഡി ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടേപ്പുണ്ട്. ഈ ഫോൾഡറിലൊക്കെ എന്ന് വെച്ചാൽ കാലിനിക്സ് ഇൻ്റർഫേസിലാണ് ഡെസ്ക് ടോപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഡെസ്ക് ടോപ്പിലോട്ട് എങ്ങനെ ടെർമിനലിൽ കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് CD എടുക്കുക, എന്നിട്ട് ഡെസ്ക് ടോപ്പ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡെസ്ക് ടോപ്പിലോട്ട് ആയിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇപ്പോൾ കാലിനിക്സ് പറയുന്നത് ഹോം കാളിയാണ്, ഡെസ്ക് ടോപ്പിലോട്ട് ആയെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ചെക്ക് ചെയ്യാൻ ജസ്റ്റ് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി PWD ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ PWD ടൈപ്പ് ചെയ്യാം. PWD ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്ത് കഴിയുമ്പോൾ അപ്പോൾ എവിടെ നിൽക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, നേരത്തെ നോക്കിയപ്പോൾ നമ്മൾ ഹോം കാളിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അത് ഹോം കാളി / ഡെസ്ക് ടോപ്പ്. അപ്പോൾ നമ്മൾ ഡെസ്ക് ടോപ്പിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡെസ്ക് ടോപ്പിലോട്ട് ജമ്പ് ചെയ്യാനുള്ള കമാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് കഴിഞ്ഞുള്ള കമാൻഡ്സാണ് LS എന്നാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു തരാം. ഇതിപ്പം ഈ ഹോം കാളിക്കകത്ത് കുറേ ഫയൽസ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഹാക്കിംഗ് ടൂൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ഫോൾഡറും ടെലിഗ്രാം റിപ്പോർട്ടിംഗ് ഫയൽ എന്ന് പറഞ്ഞ ഒരു ചിപ്പ് ഫയലും റിപ്പോർട്ടിംഗ് ആപ്പ് എന്ന് പറയുന്ന ഫോൾഡർ, പിന്നെ ടെലിഗ്രാമിൻ്റെ കുറച്ച് ഫയൽസ് ഞാൻ ഇവിടെ
ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫയലൊക്കെ ഈ ടെർമിനലിൽ എങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള എങ്ങനെ കാണാം, അവിടെ എന്തുണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു കമാൻഡാണ് ls. ഇവിടെ ls ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ls ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ls. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാ ഫയലും കാര്യങ്ങളും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ എന്തൊക്കെ ഉണ്ട് അതെല്ലാം ഇവിടെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹോം, കാളി, റിപ്പോർട്ടിങ്, ആപ്പ്, ഈ ഒരു ഫയലല്ലാണ്ട് ഇവിടെയും നമുക്ക് വ്യൂ ചെയ്ത് കാണിക്കാൻ പറ്റും. ഇതാണ് അപ്പം നമ്മൾ പറഞ്ഞത്. ഇത്രയും ഇപ്പോൾ നമ്മൾ ഓൾറെഡി 3-4 കമാൻഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തൊട്ട് നോക്കാം. ആദ്യത്തെ PWD. ഇപ്പോൾ PWD എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിൽക്കുന്നു എന്ന് വെച്ചാൽ ഈ നമ്മൾ എവിടെയാണ് ടെർമിനൽ നിൽക്കുന്നത് അതാണ് നമ്മൾ PWD കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഈ PWDയും നമ്മുടെ CD തമ്മിൽ പോകരുത്. CD എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് പോകണം എന്ന് കാണിക്കുന്നതാണ് നമ്മൾ CD കൊണ്ട് യൂസ് ചെയ്യുന്നത്. പിന്നുള്ളത് ls, നമ്മുടെ ആ നിൽക്കുന്ന സ്ഥലത്ത് എന്തൊക്കെയുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ls യൂസ് ചെയ്യുന്നത്. ഈ കമാൻഡ്സിൻ്റെ എല്ലാം ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞാൽ ഓൾറെഡി ഇത് അറിയാൻ പറ്റും ഇതിൻ്റെ ഉള്ള കമാൻഡ്സ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം കുറേ ഫോൾഡറും അല്ലാണ്ട് ഓൾറെഡി ഇവിടെ കണൻസി നേരത്തെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ എന്താ ടൈപ്പ് ചെയ്തേ, CD ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. എന്ന് വെച്ചാൽ CD ടൈപ്പ് ചെയ്ത് എങ്ങോട്ട് പോകണമെന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ CD ഫ്ലാഷ് ഡെസ്ക്ടോപ്പാണ് ടൈപ്പ് ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് തന്നെ ഏതെങ്കിലും ഫോൾഡറിലോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ഫോൾഡർ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി കുറേ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫോൾഡറിനകത്ത് ടെർമിനൽ വഴി അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ് CD തന്നെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഏത് ഫോൾഡറിലോട്ടാണ് പോകേണ്ടത് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇത്രേ ഉള്ളൂ CD കമാൻഡ് വരുന്നത്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇപ്പം ഇവിടെ സോഷ്യൽ മീഡിയ ഹാക്കിംഗ് കിറ്റ് എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് പോകണമെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ CD ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഈ സോഷ്യൽ മീഡിയ ടൂൾ കിറ്റ് എന്ന് പറഞ്ഞ ഈ ഫോൾഡർ അപ്പോൾ ഞാൻ ഇവിടെ ഡ്രാഗ് ചെയ്തിട്ടാണ്. എനിക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്താലും മതി. ഇവിടെ ഫോൾഡർ ഇല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ കൊടുക്കുക. എന്നിട്ട് ഈ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിലോട്ട് കയറി. സോഷ്യൽ മീഡിയ ഹാക്കിംഗ് ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോൾഡറിലോട്ട് കയറി. അപ്പോൾ ഇതിനകത്ത് ഈ ഫോൾഡറിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് തന്നെയാണ് ls ടൈപ്പ് ചെയ്യുക. ls ടൈപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെ നേരത്തെ കാണുന്നുണ്ട്. ഇവിടെ നേരത്തെ ls ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഹോമിൽ എന്തൊക്കെ കാണുന്നുണ്ട് നമ്മൾ നേരത്തെ കമാൻഡ് നോക്കിയായിരുന്നു. അത് തന്നെയാണ് ഇനി ഇവിടെ ls അടിച്ചപ്പോൾ ഇവിടെ എന്തൊക്കെ ടൂളുണ്ട് എന്നാണ് കൊടുത്തിരുന്നുള്ളത്. ഈ ഫോൾഡറിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഇത്തരം കമാൻഡ്സൊക്കെ നല്ലോണം പരിചയപ്പെട്ടിരിക്കണം. കാരണം നമുക്കൊരു GitHubൻ്റെ ടൂൾ യൂസ് ചെയ്ത് ക്ലോൺ ചെയ്യണമെന്നൊക്കെ ആവശ്യം വരും. അപ്പം ഓൾറെഡി ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി അടുത്ത കമാൻഡാണ്. ഇപ്പം നമ്മളൊരു ഫോൾഡറിൽ കയറിയിരിക്കും. ഇപ്പം നമ്മളെവിടെ നിൽക്കുന്ന ഡെസ്ക്ടോപ്പിനകത്തൊരു ഫോൾഡറിനകത്ത് സോഷ്യൽ മീഡിയ ഹാക്കിംഗ് ടൂൾ കിറ്റ് എന്നൊരു ഫോൾഡറിലാണ് നിൽക്കുന്നത്. ഈ ഫോൾഡറിൽ നിന്ന് നമുക്ക് വെളിയിലിറങ്ങണം. നമുക്ക് ബാക്ക് ഡെസ്ക്ടോപ്പിലോട്ട് ഇറങ്ങണമെങ്കിൽ നമ്മൾ അടിക്കുന്ന കമാൻഡാണ് CD അടിക്കുക. CD ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് 2 ഡോട്ട് അടിക്കുക. 2 ഡോട്ട് CD ഡോട്ട് എന്നിട്ട് അത് എൻ്റർ കൊടുക്കുക. ഇപ്പം നമ്മൾ ഡെസ്ക്ടോപ്പിലോട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് PWD ടൈപ്പ് ചെയ്ത് നോക്കാം. PWD ഹോം, കാളി, ഡെസ്ക്ടോപ്പിലോട്ടായിട്ട്. അപ്പോൾ നേരെ നമ്മൾ ടൈപ്പ് ചെയ്ത സോഷ്യൽ മീഡിയ ഹാക്കിംഗ് ടൂൾ കിറ്റിനകത്താണ് ഉള്ളത്. ഇപ്പോൾ തന്നെ നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ടായിട്ടുണ്ട്. ഈ നെക്സ്റ്റ് കമാൻഡാണ് നമുക്ക് എങ്ങനെ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ചിലപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഫോൾഡറാണ് സോഷ്യൽ മീഡിയ ഹാക്കിംഗ് ടൂൾ കിറ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ നിങ്ങൾക്ക് ഒരു ഫോൾഡർ കറൻസി ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ സാധാരണ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഹോമിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്യാൻ ഫോൾഡർ എന്ന് കൊടുത്താൽ മതി. പക്ഷേ അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ടെർമിനലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ടെർമിനൽ ഉപയോഗിച്ച് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ MKDIR എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കാം. MKDIR എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം എനിക്കിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു ക്ലിക്കർ എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ക്ലിക്കറിൻ്റെ ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുവാണ്ട് ഇവിടെ തന്നെ ഓൾറെഡി ഇവിടെ ക്ലിക്കർ എന്ന് പറയുന്ന ഫോൾഡർ ആഡ് ആയിട്ടുണ്ട്. ഇപ്പം ഇവിടെ എൻ്റർ നമ്മൾ കൊടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്കർ എന്ന് പറഞ്ഞ ഫോൾഡർ ആഡ് ആയിട്ടുണ്ട്. ഈ ക്ലിക്കറിലോട്ട് കയറണമെങ്കിൽ നമുക്ക് എന്ത് കമാൻഡാണ് ടൈപ്പ് ചെയ്യേണ്ടത്? CD ടൈപ്പ് ചെയ്യുക. CD ഫ്ലാഷ് എന്നിട്ട് എന്തിലോട്ടാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്കറിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ കൊടുക്കുക.
അപ്പോൾ ഇവിടെ ഒന്നും കാണിക്കാത്ത കാരണം ഈ ഫോൾഡറിലൊന്നും